إذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره. അല്ലാഹുവിന്റെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, ഖുർആനിനെ പരിഹസിക്കുന്നവർ, ഖുർആനിനെ പരിഹസിക്കുന്ന നാസ്തികനോ യുക്തിവാദിയോ ആരാണെങ്കിലും ശരി, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരെ കൂടെ ഇരിക്കരുത്, നല്ല തിരിഞ്ഞു കളയണം, അടുത്ത് നിൽക്കാൻ തന്നെ പാടില്ല. ഈ തവസ്സുൽ പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. തവസ്സുൽ ചെയ്യുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ വാക്ക് തവസ്സുലാണ്, ഖുർആനിലെ തവസ്സുലാണ്. അല്ലെങ്കിൽ കളവ് പറയാൻ പറ്റും. നിൽക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു, ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ മുഴുവൻ ഇബാദത്തുകളെയും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലാഹ് എന്നാണ് നഅ്ബുദു എന്നതിന്. ഒറ്റയ്ക്ക് രാത്രി സമയത്ത് പാതിര സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഞാൻ തന്നെ പറയേണ്ടി വരിക. അപ്പോൾ അതിനാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തുടങ്ങിയ മുഫസ്സിറുകൾ, റാസി തുടങ്ങിയ മുഫസ്സിറുകൾ വളരെ വ്യക്തമാക്കി പറഞ്ഞു. ഞങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള തവസ്സുലാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ സാധുവായ എൻ്റെ ഇബാദത്ത് നീ സ്വീകരിക്കണം അല്ലാഹ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ മുഴുവനും പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് എന്തിനാ അവരുടെ ഭാഗത്ത് വരിക, നീ കൊടുക്കൽ. അപ്പോൾ അത് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെയും കൂടി ഭാഗത്ത് നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും എല്ലാവരുടെയും ഇബാദത്ത് കൊണ്ടുള്ള തവസ്സുലും വേണ്ടു, അവരെ ദാത്ത് കൊണ്ടുള്ള തവസ്സുലും വേണ്ടു. അങ്ങനെ ദാത്ത് കൊണ്ടും അമല് കൊണ്ടുമുള്ള രണ്ട് വിധത്തിലുള്ള തവസ്സുലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അതുപോലെ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്, കേട്ടൊക്കെ പറയുന്നതല്ല. അങ്ങനെ അവരെ കൊണ്ടുള്ള തവസ്സുലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് ബഹുവചനം കൊണ്ട് പറയുന്നത്. ആ തവസ്സുൽ തന്നെയാണ് നാം ഇപ്പോൾ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ചെയ്യുന്ന തവസ്സുൽ. അവരാ ഏർപ്പാട് നിർത്താത്ത കാലത്തോളം അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ പാടില്ല. ഇനി ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ട് നീ ഇരുന്നു പോയാൽ നിനക്ക് ഓർമ്മ വന്നത് മുതൽക്ക് നീ പിന്നെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയട്ടെ യുവാക്കളെ, ഈമാനോടെ മരിക്കണം നമുക്ക്. അതിന് ഭംഗം വരുത്താൻ സാധ്യതയുള്ള അതേ ഒരു പുത്തൻവാദിയുടെയും ഒരു യുക്തിവാദിയുടെയും ഒരു വാചകം പോലും കേൾക്കാൻ പോകരുത്. പച്ച ഹറാമാണ്. അതിന്റെ പുറമേ ഈമാൻ കൊണ്ട് കളിക്കലാണ്. ഈമാനിന് മുറിവേറ്റാൽ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയൂല.